ആഷിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതലും വിവാദപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് KM ഷാജിയും അതേപോലെ തന്നെ നമ്മളിപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് കാരണം എന്താണ്? ഇതിനൊരു അടിസ്ഥാനമുണ്ടോ ഈ വിഷയത്തിന്? അതായത് ഈ PMA പദ്ധതികളിലൂടെ ലഭിക്കുന്ന വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും അതുപോലെ ഇത് പ്രധാനമന്ത്രിയുടെ പേരിൽ ബ്രാൻഡിങ് ചെയ്യുന്നു എന്ന തരത്തിലൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അത് പ്രധാനമായും എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഞാൻ തന്നെ പറയേണ്ട ആവശ്യമില്ല. ഇടത് പാളയത്തിൽ നിന്നുള്ള ഒരു ക്യാമ്പയിനാണത്. അത് കഴിഞ്ഞ വർഷത്തെ ഇതുപോലെ PMAY പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിലും ഒരു തർക്കം നിലനിന്നിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ആ ഒരു തർക്കം തിരിച്ച് ഈ ഒരു സമയത്തും അത് ആളിക്കത്തിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ നിർമ്മിക്കുന്ന വീടുകളിൽ പ്രധാനമന്ത്രിയുടെ വീട് കൂടെ ഈ ഒരു പദ്ധതിയുടെ പേരും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തണം. എന്നാലേ ഈ ഒരു പദ്ധതി നിലനിൽക്കൂ എന്നാണ് ജനങ്ങളിലേക്ക് ഇടതുപക്ഷം ആരോപിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ ഒരു ലോഗോ മാത്രമേ ഉള്ളൂ. അതായത് PMAY എന്നുള്ള ഒരു പേരും ഒരു ലോഗോയും മാത്രമേ ആ ഒരു വീട്ടിൽ ആലേപനം ചെയ്തു വെക്കുന്നുള്ളൂ എന്ന് വകുപ്പ് മന്ത്രി കൂടിയായ KM ഷാജി ഉറപ്പ് നൽകുന്നുണ്ട്. എന്നിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിക്കാനും അല്ലെങ്കിൽ ഈ ഒരു BJP RSSന്റെ ആ ഒരു വിധേയത്വം KM ഷാജിയിൽ അടിച്ചേൽപ്പിക്കാനുമാണ് ഇപ്പൊ ആ ഒരു ഇടതുപാളയത്തിന്റെ ശ്രമം. മറ്റൊരു കാര്യം രാഹുൽ ആലോചിക്കണം. അതായത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും അല്ലെങ്കിൽ നഗരങ്ങളിലും ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാവില്ല, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ. അതായത് ആ ഒരു പ്രദേശത്തെ ഒരു MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പ്. ആ ഒരു ബസ് സ്റ്റോപ്പിലെ പേരെങ്ങനെയായിരിക്കും എന്ന് കണ്ടിട്ടുണ്ടോ? MLAയുടെ മുഴുവൻ പേരുകളും വലിയ രീതിയിൽ വലിയ അക്ഷരത്തിൽ വെച്ചിട്ടായിരിക്കും. അതെ, അത് മാത്രമല്ല, അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു MLA ഏത് മുന്നണിയാണോ ആ മുന്നണിയുടെ ചിഹ്നവും അവിടെ ഉണ്ടാവും. ഇതിലൊന്നും ഈ ഒരു ഇടതുപക്ഷ മുൻ MLAമാരും അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നം ആരോപിക്കുന്ന ആരും തന്നെ ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രവണതയെ ചോദ്യം ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. അതുപോലെ തന്നെ EMS ഭവന പദ്ധതി, EMS എന്ന മുൻ മുഖ്യമന്ത്രിയുടെ പേരിൽ നടത്തിയ ആ ഒരു ഭവന പദ്ധതി, അത് ഈ ഒരു CPM അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു ബ്രാൻഡിങ് തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ ആ സമയത്തൊന്നും ഈ ഒരു ഭവന പദ്ധതികളെ കുറിച്ച് വിമർശനം നടത്താത്ത ആൾക്കാരാണ് ഇപ്പോൾ ഈ ഒരു PMAY എന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്. ഇപ്പോൾ പാവപ്പെട്ട ഒരുപാട് പേർക്ക് വീടുകൾ ലഭിക്കുന്ന ഒരു പദ്ധതിയെ ഇല്ലാതാക്കാനാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ അത്രയും തന്നെ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ MP A.A. റഹീം, അദ്ദേഹം റഹീം ഇപ്പോൾ KM ഷാജിയെ കുറിച്ചൊരു പറഞ്ഞ ഒരു പ്രസ്താവന ഒരുപാട് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് KM ഷാജിയുടെ മുദ്രാവാക്യം യാ ഷെയ്ഖ് സെയ്ദ് പാണക്കാട് എന്നല്ല, മറിച്ച് യാ മോദി അറ്റ് നാഗ്പൂർ എന്ന മുദ്രാവാക്യമാണ് KM ഷാജിയുടെ ഇപ്പോഴത്തെ ആ ഒരു മുദ്രാവാക്യം. എന്ന രീതിയിലാണ് റഹീം ഈ ഒരു PMAY പദ്ധതി കേരളത്തിൽ നടപ്പാക്കും അല്ലെങ്കിൽ ഈ ഒരു മുദ്ര വെക്കണം എന്ന ഒരു പ്രസ്താവനയോടെ റഹീം ഏറ്റവും കൂടുതൽ വിമർശനം നടത്തിയത്. ഇതൊരു അജണ്ട മാത്രമല്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ആദ്യമേ തന്നെ കേന്ദ്രത്തോട് തർക്കത്തിനില്ല, അല്ലെങ്കിൽ കേന്ദ്രവുമായിട്ട് ആദ്യം തന്നെ ഞങ്ങൾ കൊമ്പ് കോർക്കാനില്ല. കേന്ദ്രം തരുന്ന പണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം കേരളം നിൽക്കുന്നത് ഇന്ത്യയിലാണ്. കേന്ദ്രം നയങ്ങൾക്ക്, അതായത് കേന്ദ്രമാണ് ഇന്ത്യയും കൂടെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഈ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മുഴുവൻ ഇപ്പോൾ BJPയുടെ കയ്യിലാണെന്ന് ഇരിക്കെ പോലും, പക്ഷേ കേരളവും അതിൻ്റെ ഒരു ഭാഗമാണ്. കേരളം ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ പണം കൂടെ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് ഇടതുപക്ഷം യഥാർത്ഥത്തിൽ അപ്പോൾ കോൺഗ്രസിനെ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും പിന്നോട്ടടിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇതുപോലത്തെ ഒരു സംഘടിതമായുള്ള ഒരു ആക്രമണം. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു മുൻ പരാമർശങ്ങൾ, KM ഷാജിയുടെ മുൻ പരാമർശങ്ങൾ ഇപ്പോഴത്തെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്കാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞ റഹീമിന്റെ ആ ഒരു കോട്ട്. അത് മാത്രമല്ല, ഇതിനെതിരെ ആക്ഷേപവുമായി MLA റിയാസും വന്നിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ കേരളം എന്ന സംസ്ഥാനം ഒരു നികുതി അല്ലെങ്കിൽ ഒരു ടാക്സ് കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഹിതമാണ് ഇതുപോലെ PMAY എന്നുള്ള ഒരു പദ്ധതിയിലൂടെ നമുക്ക് തിരിച്ച് കിട്ടുന്നത്.
അത് നമുക്ക് അവകാശപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ. ആ ഒരു പദ്ധതിയിലൂടെ ഒരുപാട് ഭവനരഹിതരായ ആൾക്കാർക്ക് പുതിയൊരു വാസസ്ഥലം അല്ലെങ്കിൽ അവർക്കൊരു അഭയം ലഭിക്കുമെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള ശ്രമം ഒഴിവാക്കി അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ കുത്സിത ശ്രമങ്ങളിൽ നിന്ന് ഒഴിവാകുകയല്ലേ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി എന്ന് CPM വിശേഷിപ്പിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കർത്തവ്യം അത് തന്നെയല്ലേ. പാവങ്ങൾക്ക് കിട്ടേണ്ട പണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൊമ്പ് കോർത്ത് കഴിഞ്ഞാൽ പോകാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ CPM ഏറ്റവും കൂടുതൽ ആരോപിച്ച വിഷയമാണ് കേന്ദ്രം ഞങ്ങൾക്ക് പണം തരുന്നില്ലേ. കൃത്യമായിട്ടുള്ള കണക്കുകൾ GST വിഹിതവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല എന്ന് നിർമ്മലാ സീതാരാമൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് കേന്ദ്രം പണം കൊടുക്കാത്തത്. ആ കണക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള ചോദ്യം ബാക്കിയല്ലേ. അത് മാത്രമല്ല, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കേന്ദ്രത്തിന്റെ പല നയങ്ങളോടും മുഖം തിരിച്ച ഈ LDF മുന്നണി തന്നെയാണ് ഇപ്പോൾ തങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ചോദിച്ചു വാങ്ങുന്ന UDF സർക്കാരിനെ അല്ലെങ്കിൽ UDFന്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗിനെ വർഗീയപരമായി തന്നെ ഒരു അറ്റാക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഒരു എന്താ പറയുക, ഒരു ഇരട്ടത്താപ്പ് LDF മുന്നണിയുടെ അല്ലെങ്കിൽ CPM എന്ന പാർട്ടിയുടെ ഒരു ഇരട്ടത്താപ്പ്, ഒരു വർഗീയതയുടെ ഒരു മുഖംമൂടി അണിഞ്ഞാണ് KM ഷാജിയെ ഒരു RSSന്റെ വിധേയൻ എന്ന രീതിയിലുള്ള ചാപ്പ കുത്തിക്കൊടുക്കുന്നത്. വർഗീയതക്കെതിരെ സമരസപ്പെടില്ല എന്ന് പറയുന്ന CPM ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ വർഗീയതയുടെ ഒരു അംബാസഡർമാരാകുന്ന ഒരു പല കാഴ്ചകൾ പല സമയങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ വർഗീയത ചുമത്തി ആ ഒരു പാർട്ടിയെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമവും നടത്തിയത് നമ്മൾ കേരളം കണ്ടതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു PMAY എന്നുള്ള ഭവന പദ്ധതിക്കെതിരെ ആ ഒരു കേന്ദ്രത്തെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിയെ പ്രൊമോട്ട് ചെയ്യുന്നു, ബ്രാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷേപമുണ്ടല്ലോ. ആ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപമാണ്. അതായത് മുസ്ലിം ലീഗ് നരേന്ദ്രമോദിയെ അനുകൂലിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ മോശമായിട്ടുള്ള സംഭവമായിട്ടാണോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം കരുതുന്നത്? യെസ്, ഇപ്പോ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ നമുക്കൊരു വർഗീയവാദി അല്ലെങ്കിൽ ഒരു RSSന്റെ ഒരു പ്രചാരകനായിട്ട് നമുക്ക് കണ്ടുകൂടെ? കാരണം ഇവർ ഇപ്പോൾ എതിർക്കുന്ന അല്ലെങ്കിൽ ഇവർ ഇതിനു മുമ്പ് പോയി രഹസ്യമായി ഒപ്പിട്ട PM-ശ്രീ പദ്ധതി, ഈ ഒരു പദ്ധതിയെ കുറിച്ച് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ നൽകിയത് കേരളത്തിൽ തുല്യത ഉണ്ടാവുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ തുല്യത കൊണ്ടുവരാൻ പോകുന്ന ഒരു ബൃഹത്തായ പദ്ധതി, ഈ ഒരു പദ്ധതി വളരെ ശ്ലാഘനീയമാണ് എന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് KM ഷാജിയെ RSSന് അടിമപ്പെട്ടു അല്ലെങ്കിൽ വിധേയനായി എന്ന് പറയുന്ന ഇതേ CPM അനുകൂലികൾ എന്തുകൊണ്ട് പിണറായി വിജയനെ RSSന്റെ ഒരു വിധേയനാണ് എന്ന് പറഞ്ഞില്ല?